ക്രൈസ്തവർ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യില്ല എന്ന് പറയുന്നത് ശരിയല്ല. BJP വളരുന്നു എന്നത് CPM പോലും അംഗീകരിക്കുന്ന കാര്യവുമാണ്. കത്തോലിക്ക സഭയൊക്കെ നേരിട്ട് ആക്രമിക്കുന്ന രീതിയിൽ അവിടുത്തെ ഉന്നത സ്ഥാനീയർ ബിഷപ്പുമാരെയൊക്കെ നേരിട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ സാധാരണ ഒരു പാർട്ടിയും സാധാരണ ചെയ്യാറില്ല. തന്റെ പിതാവ് പറയുന്നത് ക്രൈസ്തവ വിരുദ്ധമാണെന്ന് കൂട്ടണ്ട, അത് അദ്ദേഹത്തിന് മാത്രം അഭിപ്രായമാണ്, BJPയുടെ അഭിപ്രായം അല്ല എന്ന് വരെ ഷോൺ ജോർജ് പറഞ്ഞു. ക്രിസ്തുമസ് സമയത്തും ഈസ്റ്റർ സമയത്തും വലിയ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ ശ്രമം നടത്തി. ഇതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയല്ല. PC ജോർജിനെ പോലെയുള്ള ആളുകൾ പാർട്ടിക്ക് ബാധ്യതയാകുന്നു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. BJP നേതാവ് PC ജോർജിനെതിരെ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ മോശം ഭാഷയിൽ സഭാ നേതൃത്വത്തിനെതിരെ സംസാരിക്കരുത് എന്ന ഓർമ്മപ്പെടുത്തൽ, ഒപ്പം തന്നെ പരസ്യമായി വോട്ട് ചോദിക്കുവാൻ സഭാ നേതൃത്വത്തിന് അവകാശമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ന്യൂട്രൽ ആയിരിക്കണമെന്ന് പറയാൻ ഒരവകാശവുമില്ല ആർക്കും എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ക്രിസ്ത്യൻ സഭകളും BJPയും തമ്മിൽ ഉള്ള ഒരു അടുപ്പം തകർക്കുന്നതിനാണോ PC ജോർജിൻ്റെ വാർത്താ സമ്മേളനം ഉപകരിച്ചത് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ ഇത് എത്രയും വേഗം പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമോ? പരിശോധിക്കാം. നമുക്ക് നമ്മോടൊപ്പം ചേരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സാർ, നമുക്കറിയാം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ പോലെയല്ല കേരളത്തിൻ്റെ ഡെമോഗ്രഫി വ്യത്യസ്തമാണ്. ഇവിടെ ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ് എങ്കിൽ തന്നെയും ഭൂരിപക്ഷവും ന്യൂനപക്ഷങ്ങളും തമ്മിലുള്ള അന്തരം വളരെ കുറവാണ്. ഹിന്ദുക്കൾ ഒരു 52-51%, ന്യൂനപക്ഷങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 49-49% ഇവിടെ BJPക്ക് വളരണമെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ക്രിസ്ത്യൻ വോട്ട് വേണം. അവിടെയാണ് PC ജോർജ് ഒരു വെടിപൊട്ടിച്ചത്. ഈ തിരഞ്ഞെടുപ്പിന് പിന്നാലെ വോട്ടെടുപ്പിന് ശേഷം അദ്ദേഹം പറഞ്ഞു, വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. സഭാ നേതൃത്വത്തിൽ ചിലർക്കെതിരെയാണ് അദ്ദേഹത്തിൻ്റെ വിമർശനമെങ്കിലും അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ PC ജോർജ് എപ്പോഴും ഇത്തരത്തിലുള്ള വാഗ്യുദ്ധങ്ങൾ നടത്താറുണ്ട്. പതിവ് വാഗ്യുദ്ധങ്ങൾക്ക് അപ്പുറത്തേക്കുള്ളൊരു ഇമ്പാക്റ്റ് ഇതുണ്ടാക്കുമോ? അത് ബാഡ് ആയിരിക്കുമോ, നല്ലതായിരിക്കുമോ? എന്താണ് അങ്ങയുടെ ചിന്തയിൽ വരുന്നത്? പൂഞ്ഞാറിലെ പുലി ചിലപ്പോഴൊക്കെ അഗ്രസീവ് ആകും. പൊതുവെ അഗ്രസീവാണ്, പക്ഷേ ചിലപ്പോൾ എക്സ്ട്രാ അഗ്രസീവ് ആകും. അപ്പോൾ പിന്നെ സ്ഥലകാല ബോധമൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടും. പറയുന്ന കാര്യത്തിന് ചില ഗൗരവമൊക്കെ ഉണ്ടാവുമെങ്കിലും അനവസരത്തിൽ ചിലരെയൊക്കെ തോണ്ടി പറയുന്നത് ഒരു പക്ഷേ സ്വന്തം പാർട്ടിക്ക്, സ്വന്തം ക്യാമ്പിന് വലിയ അലോസരമാണ് ഉണ്ടാകുന്നത്. പറഞ്ഞു വരുന്ന PC ജോർജിനെ കുറിച്ചാണ്. പൂഞ്ഞാറിലെ മുൻ MLA, ജനപക്ഷത്തിൻ്റെ നായകൻ, സ്വന്തം പാർട്ടിയായിരുന്നു. കേരള കോൺഗ്രസുകൾ പലതും മാറിയും മറിഞ്ഞും ഒക്കെ തന്നെ രാഷ്ട്രീയ ഗോദായിൽ പല അടവുകളും ശീലിച്ചിട്ടുള്ള ആളാണ് PC ജോർജ്. ന്യൂനപക്ഷങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണ, അത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെയും ഇസ്ലാമിക ന്യൂനപക്ഷത്തിൻ്റെയും പിന്തുണ ആവോളം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു മുൻകാല ചരിത്രവും PC ജോർജിനുണ്ട്. ശരിയാണ്. അദ്ദേഹത്തിന് നാക്ക് ചിലപ്പോഴൊക്കെ വളരെ ആസിഡ് ചങ്ങാണ്. പലപ്പോഴും കുറിക്കൊള്ളുന്ന വർത്തമാനം പലരും പറയാൻ ആഗ്രഹിക്കുന്നത് PC ജോർജിലൂടെ കേൾക്കുമ്പോൾ പലർക്കും വലിയ ഉൾപ്പുളകം ഉണ്ടാകാറുമുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് തൊടുന്നതൊക്കെ പിഴയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സംഘടിതമായ സഭയെ, പ്രത്യേകിച്ച് പൂഞ്ഞാർ മേഖല, കഞ്ഞിരപ്പള്ളി മേഖലയിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭാ വിഭാഗം കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭയൊക്കെ നേരിട്ട് ആക്രമിക്കുന്ന രീതിയിൽ അവിടുത്തെ ഉന്നത സ്ഥാനീയർ ബിഷപ്പുമാരെയൊക്കെ നേരിട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ സാധാരണ ഒരു പാർട്ടിയും സാധാരണ ചെയ്യാറില്ല, ഒരു നേതാവും ചെയ്യാറില്ല. അതെ, ആകപ്പാടെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരോട് അടുപ്പം പുലർത്തിയിരുന്ന ഒരു നേതാവുണ്ട്, PJ ജോസഫ്. ഉണ്ട് EMS നമ്പൂതിരിപ്പാട്. 80കളിൽ മുന്നണി മാറ്റം PJ ജോസഫിന്റെ പാർട്ടി ആലോചിച്ചപ്പോൾ, ഇടതുപക്ഷത്തേക്ക് വരാനൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോയപ്പോൾ EMS ഒരു വാക്ക് പറഞ്ഞു: പള്ളിയെ തള്ളിപ്പറഞ്ഞ് വന്നാൽ കൊള്ളാം, ഉൾക്കൊള്ളാം എന്നാണ് പറഞ്ഞത്. പള്ളിയെ തള്ളിപ്പറയാൻ ജോസഫിനെന്നല്ല, മാണിക്കെന്നല്ല, PC ജോർജിനും ബുദ്ധിമുട്ടാണ്. PC ജോർജ് വ്യത്യസ്തനാണ്. അതുകൊണ്ട് ഞാൻ പള്ളി പറയുന്നു. ഇവിടെ പള്ളിയല്ല തള്ളി പറഞ്ഞിരിക്കുന്നത്. ഇത് PC ജോർജ് വലിയ പ്രതീക്ഷയോടുകൂടി
BJP സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറിൽ മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് പാലായിൽ മത്സരിക്കുന്നു. കടുത്ത ത്രികോണ മത്സരത്തിന്റെ ഒരു അന്തരീക്ഷം തന്നെയാണ് പാലായിൽ ഉണ്ടായത്. ആദ്യഘട്ടത്തിലെങ്കിലും FCRA അമെൻമെന്റ് ഉൾപ്പെടെ വിവാദമാകുന്നതിന് മുൻപ് കൃത്യമായ ഒരു ത്രികോണ മത്സരം. അവിടെ ഒരുപക്ഷെ ഷോൺ ജോർജിന് 2ാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിയുമെന്ന പ്രതീതി പോലും ഉണ്ടായി. ഒരുപാട് ഗുഡ് വിൽ അവിടെ ഉണ്ടായി. PC ജോർജിന് അത്രയും ശക്തമായ ഒരു സാന്നിധ്യം ആയിരുന്നില്ല പൂഞ്ഞാറെന്ന് ഓർക്കണം. പൂഞ്ഞാറ് PC ജോർജിന് കാര്യമായ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല, മുൻ തെരഞ്ഞെടുപ്പുകൾ പോലൊന്നുമല്ല ഇത്. പക്ഷേ PC ജോർജ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അപകടം മനസ്സിലായി. ഷോൺ ജോർജിന് സാധ്യത കുറഞ്ഞിരിക്കുന്നു, PC ജോർജിന് സാധ്യത കുറഞ്ഞിരിക്കുന്നു. BJP നേതൃത്വം വളരെ സംയമനത്തോടു കൂടി തന്നെയാണ്. ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒന്നും കാര്യമായി ഫലിച്ചിട്ടില്ല. ഫലിച്ചിരുന്നു എങ്കിൽ പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ലാഞ്ചനകൾ ഒന്നും കണ്ടില്ല എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്നത് ഒരു ഊഹമുണ്ടായിരുന്നു. പക്ഷെ 4 ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ, BJP ചിഹ്നത്തിൽ 4 ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ ഉഗ്രമായ പോരാട്ടം കാഴ്ചവെച്ചു. അതിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പേര് അനൂപ് ആന്റണിയുടെ പേരാണ്. തിരുവല്ലയിൽ അനൂപ് ആന്റണി. തിരുവല്ലയൊക്കെ ഒരിക്കലും BJPക്ക് ആ രീതിയിൽ സാധ്യതയുള്ള മണ്ഡലമല്ല. പക്ഷെ വളരെ കാലമായി ജൈവികമായൊരു വളർച്ച ചെറിയ തോതിലെങ്കിലും നേടിയെടുത്ത് ഒരു 30,000-40,000 വോട്ട് വരെ നേടാവുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് വിജയിക്കാൻ തന്നെയുള്ള മത്സരത്തിലായിരുന്നു അനൂപ് ആന്റണി. ചെറുപ്പക്കാരനാണ്, എല്ലാവരുമായും വളരെ സുഗമമായി ഇടപെടുന്ന ആളാണ്. നരേന്ദ്രമോദി തിരുവല്ലയിൽ വന്ന് എടുത്തു പറഞ്ഞ പേരാണ്. എന്നോടൊപ്പം വർഷങ്ങളായി അടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അനൂപിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റ് ആണ് നരേന്ദ്രമോദിയുടെ വാക്ക്. തിരുവല്ലയിൽ വന്നുകൊണ്ട്, സ്വന്തം മണ്ണിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമായി പറയുമ്പോൾ വലിയൊരു രാഷ്ട്രീയ ഭാവിയാണ് അനൂപ് ആന്റണിക്ക്. അല്ല സാർ, അവിടുത്തെ ജനങ്ങളും അത് കൃത്യമായി നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അനൂപ് ആന്റണി വളരെ ശക്തമായി ഇൻട്രോട്സ് ഉണ്ടാക്കുന്നു അവിടുത്തെ വോട്ടുകളിൽ. അത് ഇടതിന്റെയും വലതിന്റെയും വോട്ടുകൾ അദ്ദേഹം സ്വന്തം പോക്കറ്റിലേക്ക് ആക്കാനുള്ള സാധ്യതയുണ്ട്. തിരുവല്ലയാണ് സ്ഥലം. ഇടത് പക്ഷത്ത് ദീർഘകാലമായി MLA ആയിരിക്കുന്ന, മന്ത്രിയൊക്കെ ആയിരുന്ന ശ്രീ മാത്യു ടി തോമസ്. പിന്നെ UDF പക്ഷത്തെ ഒരു പുതിയ സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ. ഈ രണ്ടുപേരും തമ്മിൽ സാമാന്യം തരക്കേടില്ലാത്തൊരു മത്സരം അവിടെ നടക്കുന്ന സമയത്താണ് അനൂപ് ആന്റണിയുടെ പ്രവേശം എന്ന് പറയും. മുൻകൂട്ടി തന്നെ അവന് പറഞ്ഞ അവിടെ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നറിയാം. പക്ഷെ ഒരു ത്രികോണ മത്സരത്തിന്റെ ഫീൽഡിലേക്ക് വന്നു. FCRA എങ്ങനെയാണ് തിരുവല്ലയെ ബാധിച്ചതെന്നറിയില്ല. പക്ഷേ വേണ്ടാത്ത ഒരു വാക്ക് പോലും അനൂപ് ആന്റണിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ശരിയാണ്. വളരെ കാച്ചിക്കുറുക്കിയ വാക്കുകളിൽ കൃത്യമായ നിലപാടെടുത്ത് കാര്യമായ പണം എത്തിയിട്ടുണ്ട്. BJPയുടെ ഫണ്ടിങ് നല്ലപോലെയാണ്. വലിയ പ്രചരണമാണ് അവിടെ നടന്നത്. പ്രചണ്ഡമായ പ്രചരണമാണ് തിരുവല്ലയിൽ നടന്നത്. അതൊക്കെ കറക്റ്റാണ്. പക്ഷെ അവിടെയും യഥാർത്ഥത്തിൽ സംഭവിച്ചത് പിന്നെ ഒരു FCRA ഇഫക്റ്റ് വന്നു എന്ന് അനൂപ് ആന്റണിക്കും അറിയാം, BJPക്കും അറിയാം. അതേപോലെ തന്നെ സിമിലർ ഒരു സാഹചര്യത്തിൽ വന്നത് പാലായിലാണ്. ഷോൺ ജോർജും തെരഞ്ഞെടുപ്പ് സമയത്ത് യാതൊരു മോശപ്പെട്ട വർത്തമാനവും പറഞ്ഞിട്ടില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം തൻ്റെ പിതാവ് സംസാരിച്ചതോളം വന്നില്ല എങ്കിൽ പോലും ചില അസംതൃപ്തികൾ ഷോൺ ജോർജും പ്രകടിപ്പിച്ചു. തൻ്റെ പിതാവ് പറയുന്നത് ക്രൈസ്തവ വിരുദ്ധമാണെന്ന് കൂട്ടണ്ട, അത് അദ്ദേഹത്തിന് മാത്രം അഭിപ്രായമാണ്, BJPയുടെ അഭിപ്രായം അല്ല എന്ന് വരെ ഷോൺ ജോർജ് പറഞ്ഞു. അതേസമയം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വളരെ കുലീനമായ രീതിയിൽ, അദ്ദേഹത്തിന് വലിയ സാധ്യത ഒരുപക്ഷെ കാഞ്ഞിരപ്പള്ളിയിൽ കൽപ്പിക്കപ്പെടുന്നില്ല എങ്കിലും അദ്ദേഹം നല്ല പോരാട്ടം കാഴ്ചവെച്ചു. അങ്ങനെ ഈ 4 സ്ഥാനാർത്ഥികൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന്റെ ഭാഗമായി BJP വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ മധ്യ കേരളത്തിൽ, മധ്യ തിരുവിതാംകൂറിൽ ഫീൽഡ് ചെയ്ത, അഭിമാനപൂർവ്വം ഫീൽഡ് ചെയ്ത കാൻഡിഡേറ്റ്സ് ആണ്. അത് നാളുകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി അറിയാം ഇപ്പോൾ ഭരണം പിടിച്ചെടുക്കാനാവില്ല. ഏതൊരു MLA മാരുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിലൊന്നുപോലും മധ്യകേരളത്തിൽ നിന്നും ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നില്ല. പാലക്കാട് പ്രതീക്ഷിച്ചാലും അതൊന്നും മധ്യകേരളമല്ലല്ലോ. തിരുവനന്തപുരത്ത് 1-2 സീറ്റുകൾ പ്രതീക്ഷിച്ചാലും, മഞ്ചേശ്വരം പ്രതീക്ഷിച്ചാലും, കോട്ടയം ജില്ലയിലോ പത്തനംതിട്ട ജില്ലയിലോ ഒരു സീറ്റ് അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഏറ്റവും സാധ്യതയുള്ള ചെങ്ങന്നൂർ, ആറന്മുള മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനം BJPക്ക് ഉണ്ട് എന്നത് മറക്കുന്നില്ല. പക്ഷെ അവിടെ വിജയിക്കാൻ തക്ക എണ്ണം ഇപ്പോഴെത്തിയിട്ടുണ്ടോ എന്നറിയില്ല. അവിടെയാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച്. ഒരു വശത്ത് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ വളരെ സഭ്യമായ രീതിയിൽ ബിഷപ്സിനെ കോൺഫറൻസിൽ എടുക്കുന്നു. സഭാ നേതൃത്വത്തിലെ എല്ലാവരുമായും, എല്ലാ വിഭാഗങ്ങളും, എത്രയോ വിഭാഗങ്ങളോട് സംസാരിക്കേണ്ടി വരും. കത്തോലിക്ക സഭയിൽ 3 റീത്തുകൾ, അതായത് മലങ്കര കത്തോലിക്ക റീത്ത്, സീറോ മലബാർ, മലങ്കര കത്തോലിക്ക പറഞ്ഞത് സീറോ മലങ്കര, രണ്ടും സിറിയൻ റീത്തുകളാണ്. അതുപോലെ ലത്തീൻ റീത്ത്. ഇങ്ങനെ 3 റീത്തുകളിലായി വിവിധ വിഭാഗങ്ങളിലായി ഉള്ള കത്തോലിക്ക സഭ. അപ്പോൾ കേരളത്തിലെ 18% വരുന്ന ജനസംഖ്യ ക്രിസ്ത്യാനികളാണ്. അതിൻ്റെ ഏതാണ്ട് പകുതിയോളം വരും കത്തോലിക്ക സമുദായം. മറ്റേ നോൺ കാത്തലിക് വിഭാഗത്തിൽ എപ്പിസ്കോപ്പൽ സഭകളുണ്ട്, മർത്തോമ, ഓർത്തഡോക്സ്,
യാക്കോബായ, ഹാൽദയ സഭകളെല്ലാം ഉണ്ട്. കനാനായ വിഭാഗം വേറെയുണ്ട്. അതോടൊപ്പം തന്നെ ബെന്തിക്കോസ്റ്റൽ വിഭാഗങ്ങൾ, ബ്രദറൻ ചർച്ച്, പാറ ചർച്ചുകൾ എന്ന് വേണ്ട ഒരുപാട് വിഭാഗം, CSI ചർച്ച്, ഇതെല്ലാം വെവ്വേറെ ഭരണത്തിലാണ്. ഇവരോടെല്ലാം തന്നെ വ്യാപകമായി BJP കേന്ദ്ര നേതൃത്വം പോലും സംസാരിച്ചു. നരേന്ദ്രമോദി ഇവിടെ വരുമ്പോൾ ബിഷപ്പുമാരെ കാണാൻ പ്രത്യേകം താല്പര്യപ്പെട്ടു. ക്രിസ്തുമസ് സമയത്തും ഈസ്റ്റർ സമയത്തും വലിയ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ ശ്രമം നടത്തി. ഇതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയല്ല. ഭാവിയിൽ 53% മാത്രമുള്ള ഹൈന്ദവ പോപ്പുലേഷന്റെ ഒരു വിഭാഗത്തിന്റെ മാത്രം പിന്തുണയോടെ കേരള ഭരണത്തിലെത്താനാവില്ല. MLA-മാരെയും MP-മാരെയും സൃഷ്ടിക്കാനാവില്ല. അത്യപൂർവമായി മാത്രം സുരേഷ് ഗോപി ജയിച്ചതുപോലെ സംഭവം ഉണ്ടാകാം. ഇത് വ്യാപകമാകണമെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗം കൂടെ നിൽക്കില്ല എന്ന് പറയാനാവില്ല. കാരണം വളരെ പണ്ട് 2001 തന്നെ ഇത് കണ്ടതാണ്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ടി ചാക്കോയുടെ മകൻ PC തോമസ് മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചു വന്നു. IFDP സ്ഥാനാർത്ഥിയായി. ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് പാർട്ടി, ചെറിയൊരു പാർട്ടിയാണ്, കേരള കോൺഗ്രസ് ഗ്രൂപ്പാണെന്ന് വേണേൽ പറയാം. അത് NDAയുടെ ഭാഗമായി വന്നപ്പോൾ ജയിച്ചു വന്നു എന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയുടെ നല്ലൊരു ഭാഗം. മറുപക്ഷത്ത് UDF സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണി ആയിരുന്നു. മാണിപുത്രന്റെ ആദ്യ മത്സരം പരാജയപ്പെട്ടു. ശരിയാണ്. ഏതാണ്ട് 545 വോട്ടിന് വന്ന ചെറിയ ഒരു ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു വരുന്നത്. എങ്കിലും ത്രികോണ മത്സരത്തിൽ ഇസ്മായിൽ ആയിരുന്നു CPIയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ അത് പരാജയപ്പെട്ടു. അങ്ങനെ BJPക്ക് ആദ്യം വിരിഞ്ഞത് താമരയല്ല. പിന്നീടാണ് നേമത്ത് രാജഗോപാൽ താമര വിരിയിക്കുന്നത്. പിന്നീട് സുരേഷ് ഗോപി തൃശൂർ താമര വിരിച്ചത് BJPയാണ്. പക്ഷെ BJPക്ക് ക്രൈസ്തവർ വോട്ട് ചെയ്തു എന്ന് സുരേഷ് ഗോപിക്ക് സാക്ഷ്യപ്പെടുത്താനാവും. 20% വോട്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ക്രൈസ്തവ സമുദായത്തിന് 20% വോട്ടുണ്ട്. അതിലൊരു നല്ല പങ്ക് സുരേഷ് ഗോപിക്ക് എത്തിയത് കൊണ്ടാണ് 75,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ ലഭിച്ചത്. അതുകൊണ്ട് ക്രൈസ്തവർ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യില്ല എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ക്രൈസ്തവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ മറ്റ് വിഭാഗങ്ങൾ ചെയ്യാറുണ്ട്. മറ്റ് ഇടങ്ങളിൽ ഇപ്പം BJPക്ക് നേരിട്ട് നിയന്ത്രണമില്ലാത്ത കാര്യമാണ് മണിപ്പൂർ കലാപം. BJP അതിനകത്ത് നേരിട്ട് ഇൻവോൾവ് അല്ല. രണ്ട് ഗോത്ര സംഘടനകൾ തമ്മിലുള്ള, അല്ലെങ്കിൽ രണ്ട് വംശീയ വിഭാഗങ്ങൾ തമ്മിൽ, മെയ്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടം, അതിൽ ട്രാപ്ഡായി BJPയുടെ മുഖ്യമന്ത്രിക്ക് അത് ഒതുക്കാൻ കഴിഞ്ഞില്ല. അത് ഒരു വലിയ കുഴപ്പമാണ്. അത് BJPക്ക് അതിനകത്ത് റെസ്പോൺസിബിൾ ഏറ്റെടുക്കേണ്ടി വരും. അതാണ്. പിന്നെ ക്രൈസ്തവ മിഷണറിമാരെയോ നൺസിനെയോ കന്യാസ്ത്രീകളെയോ ഒക്കെ ആക്രമിച്ച് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. അതിലൊക്കെ വലിയ ദോഷം, വലിയ ഡെൻറ്റ് വന്നിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഈ മേൽപ്പറഞ്ഞ നേതാക്കൾ, ഈ മധ്യ കേരളത്തിൽ നിന്നുള്ള ഷോൺ ജോർജ്, PC ജോർജ്, അനൂപ് ആന്റണി, അതേപോലെ പിന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ഇവരെല്ലാവരും ചേർന്ന് ഫയർ ഫൈറ്റിംഗ് നടത്തി ഒരു പരുവത്തിലെത്തിച്ച് നിർത്തുമ്പോഴാണ് ഇതാ വരുന്നു FCR അമെൻമെന്റ്, തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപ്. അപ്പൊ ഇതിൽ ഒരു BJPയുടെ മൊത്തത്തിലുള്ള തീരുമാനമായിട്ടാണ് ക്രൈസ്തവ ലോകത്തെ പിതാക്കന്മാർ അത് ഏറ്റെടുത്തത്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ ലോകം പിതാക്കന്മാർ പറയുന്ന മാത്രം, അതായത് ബിഷപ്പുമാർ പറയുന്നത് മാത്രമാണ് കൈക്കൊള്ളുന്നത് എന്ന ചിന്തയൊന്നുമില്ല. പക്ഷേ ബിഷപ്പുമാരാണ് പലപ്പോഴും ഈ ഒരു ചെറിയ വിഭാഗത്തെയെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. ആ ഒരു കാര്യമാണ് PC ജോർജ് പറഞ്ഞത്. ബിഷപ്പുമാർ, പാലാ ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ, കത്തോലിക്ക സഭയുടെ പാലാ രൂപതയുടെ ബിഷപ്പ് കല്ലറങ്ങാടല്ലേ ഉൾപ്പെടെയുള്ള ആളുകൾ, ചില സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന ആരോപണമാണ് PC ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ ഇത് ഏത് ലെവൽ വരെ പോകാം? ഒരു സഭയ്ക്കോ സമുദായത്തിനോ, NSS സമുദായ ആചാര്യന്, അല്ലെങ്കിൽ SNDPയുടെ സമുദായ ആചാര്യന് എത്രത്തോളം സമുദായ അംഗങ്ങൾ വഴി പറയാം, അല്ലെങ്കിൽ സഭാപിതാക്കന്മാർക്ക് എത്രത്തോളം സഭാ അംഗങ്ങൾക്ക് പറയാം? അവിടെ പറയാം. ക്രൈസ്തവ ദർശനം നോക്കിയാൽ Jesus Christ once said, what is due to Caesar should go to Caesar. What is due to God should go to God. എന്ന് പറഞ്ഞാൽ ദൈവത്തിനുള്ള ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും എന്ന് പറഞ്ഞാൽ ഡോണ്ട് മിക്സ് റിലിജിയൻ ആൻഡ് പൊളിറ്റിക്സ്. കൂട്ടിക്കുഴയ്ക്കരുത്. മതവും രാഷ്ട്രീയവും ഒരു കാരണവശാലും കൂട്ടിക്കുഴയ്ക്കരുത്. അതാണ് ആരോഗ്യപരം. അത് ക്രൈസ്തവ ദർശനമാണ്. രാഷ്ട്രീയമായ ഒരു അഭിപ്രായം ഉണ്ടാകുന്നത് തെറ്റല്ല. പക്ഷേ ആ അഭിപ്രായം ഉണ്ടാകുമ്പോൾ അത് മതപരമായ നേട്ടത്തിന് വേണ്ടിയോ, മതപരമായ അഭിപ്രായം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയോ ഉപയോഗിക്കുന്നത് ആരോഗ്യപരമല്ല. ഈ ആസ്പെക്ട് ഒരുപക്ഷെ PC ജോർജ് തൻ്റെതായ ശൈലിയിൽ പറഞ്ഞൊപ്പിച്ചപ്പോൾ വികട സരസ്വതി നാവിൻ തുമ്പത്ത് വിളങ്ങി നിന്നു. അത് പൊതുവെ PC ജോർജിന്റെ ഒരു രീതിശാസ്ത്രമാണ്. അത് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. ക്രൈസ്തവ സഭ ദീപിക പത്രത്തിനെതിരെ
ഇത് ക്രൈസ്തവ സഭയുടെ ഔദ്യോഗിക പത്രമാണെന്നൊക്കെയാണ് പി സി ജോർജ് പറയുന്നത്. പക്ഷേ ഇതൊരു ബിസിനസ് വെഞ്ചറാണ്. അത് ഈ പത്രത്തിനെതിരെ, ക്രൈസ്തവ സമൂഹത്തിലെ മത നേതാക്കൾക്കെതിരെ, ഡിനോമിനേഷൻസിന് തലപ്പത്തിരിക്കുന്നവർക്കെതിരെ ഒക്കെ ജൽപ്പനങ്ങൾ പറയുമ്പോൾ പാലാ ബിഷപ്പ് പറയേണ്ടി വന്നു, ക്ലാരിഫൈ ചെയ്ത് പറയേണ്ടി വന്നു. ക്രൈസ്തവ സമുദായങ്ങൾക്ക്, സഭകൾക്ക്, രൂപതകൾക്ക് നിലപാടുകൾ എടുക്കാൻ കഴിയും, പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയും, രഹസ്യമായിട്ട് പറയാൻ കഴിയും. ദാറ്റ് ഈസ് ദെയർ പ്രൊറോഗേറ്റീവ്. അത് ഭരണഘടനാപരമായി പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞ് ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം അങ്ങനെ പറയുന്നത് സഭ്യമല്ല. അതെന്റെ പക്ഷം സഭ്യമല്ല, ന്യായമല്ല. രഹസ്യമായി പലപ്പോഴും ആളുകൾ അഭിപ്രായം പറയാറുണ്ടല്ലോ, ഓഫ് റെക്കോർഡ് എന്ന് പറയും. അത് ഇക്കാലത്തും ചെയ്തിട്ടുണ്ട്. പക്ഷെ പരസ്യമായി വിളിച്ചു പറയുന്നത് ന്യായമല്ല എന്ന് പറയും. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ക്യാമറ കണ്ണുകളുടെ മുന്നിൽ വെച്ച് ശ്രീ പി സി ജോർജ് അത് ചെയ്യുമ്പോൾ ഇത് പി സി ജോർജിന്റെ വിഷയമല്ല. പി സി ജോർജ് താമര ചിഹ്നത്തിൽ മത്സരിച്ച MLA ആകാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്, ഒരു കാൻഡിഡേറ്റ് ആണ്. ബി ജെ പിക്ക് ഉത്തരം പറയേണ്ടി വരുന്നു. ബി ജെ പി നേതാക്കൾ തള്ളിപ്പറഞ്ഞല്ലോ, ഇത് പി സി ജോർജിന്റെ മാത്രം അഭിപ്രായമാണ്, ബി ജെ പിയുടെ അഭിപ്രായമല്ല. നാളുകളിൽ ഇങ്ങനെയുള്ള ആളുകൾ, പി സി ജോർജിനെ പോലെയുള്ള ആളുകൾ പാർട്ടിക്ക് ബാധ്യതയാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് പാർട്ടി ചിലപ്പോൾ കാണുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് തള്ളിപ്പറയാനാവില്ലായിരിക്കാം, അതൊരു റോങ് ഒരു ടൈമാണ്. ഒരുപക്ഷെ ഭാവിയിൽ ഇങ്ങനെയുള്ള ആളുകൾ ബി ജെ പിയിലേക്ക് കടന്നു വരുന്നത് ബി ജെ പിക്ക് ഗുണമാണോ ദോഷമാണോ ബാധ്യതയാണോ എന്നുകൂടി ബി ജെ പി ചിന്തിക്കാനുള്ള സമയമായി. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഇതിനിടയിൽ ബി ജെ പിക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ട് വേണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, സാർ പറഞ്ഞതുപോലെ ഒക്കെ തന്നെ. പക്ഷേ അതിനുവേണ്ടി നടത്തുന്ന നീക്കങ്ങളെ എതിർക്കുന്ന ഒരു വിഭാഗം ബി ജെ പിക്ക് അകത്ത് തന്നെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ ഉള്ള നീക്കങ്ങളൊന്നും നടത്തേണ്ടതില്ല. നമുക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ടിലെങ്കിലും മുന്നോട്ട് പോകുന്നതാണ്, നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് വാദിക്കുന്ന വിഭാഗവുമുണ്ട്. അത് അവരുടെ ഐഡിയോളജിയിൽ ഉണ്ടാകുന്ന ഒരു അഭിപ്രായ വ്യത്യാസമാണ്. പക്ഷേ എൻ്റെ ഒരു കോമൺ സെൻസ് ചോദിക്കുന്നത് അത്തരത്തിൽ കേരളത്തിൽ എങ്ങനെ പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അത് വളരെ ആ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ കേരളത്തിന്റെ ഡെമോഗ്രാഫിക് സ്പ്രെഡ് മനസ്സിലാക്കണം. അതെ, കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരേ എണ്ണമല്ല. കോട്ടയം ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ, ചില നിയമസഭാ സെഗ്മെന്റിൽ ക്രൈസ്തവ സമൂഹം 45-50% വരെ ഉണ്ട്. 40-50 ഇടയ്ക്ക് ശതമാനമുള്ള സ്ഥലങ്ങളുണ്ട്. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയും കേരളത്തിലില്ല എന്നോർക്കണം. കോട്ടയം ജില്ല പോലും ക്രൈസ്തവ ഭൂരിപക്ഷമല്ല, ക്രൈസ്തവർക്ക് ഒരു ചെറിയ മേൽക്കൈ ഉണ്ടെന്ന് മാത്രം. ഭൂരിപക്ഷം എപ്പോഴും ഹിന്ദു വിഭാഗമാണ്. മലപ്പുറം ജില്ലയിൽ ഒഴിച്ച് മറ്റെല്ലാ ജില്ലയിലും ഭൂരിപക്ഷം ഹൈന്ദവരാണ്. പക്ഷേ അതൊരു മൃഗീയമായ ഭൂരിപക്ഷം എന്ന് പറയാൻ ആവില്ല. അതുകൊണ്ട് മധ്യ കേരളത്തിൽ ഉൾപ്പെടെ, പിന്നെ അതുപോലെ തെക്കൻ കേരളത്തിലെ തീരദേശ ബെൽറ്റിൽ ഉൾപ്പെടെ ലത്തീൻ കത്തോലിക്ക സാന്നിധ്യം വളരെ കൂടുതലുള്ള ഭാഗമാണ്. അവിടെയൊക്കെ ഈ സമുദായങ്ങളെ കോൺഫിഡൻസിൽ എടുക്കാതെ ഒരു സ്ഥാനാർത്ഥിക്കും ജയിച്ചു വരാനാവില്ല. പൂർണ്ണമായി ക്രൈസ്തവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ജയിക്കാനാവില്ല. കാരണം ബി ജെ പിക്ക് ന്യായമായും മുസ്ലിം വോട്ടുകൾ കേരളത്തിൽ പ്രതീക്ഷിക്കാനാവില്ലല്ലോ. കേരളത്തിലെ 2 പ്രമുഖ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ വോട്ട് ബാങ്കുകൾ എന്ന് പറയാനാവില്ല എങ്കിലും സെഗ്മെന്റ്സ്, ഒന്ന് ഈഴവ സമുദായം, 26 മുതൽ 27% വരെ കേരള ജനസംഖ്യയിൽ, അതായത് 1 out of 4 മലയാളീസ് ബിലോങ് ടു ഈഴവ കമ്മ്യൂണിറ്റി. അതേപോലെ ഏതാണ്ട് 26-27% പേര് മുസ്ലിങ്ങളുമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഹിന്ദു വിഭാഗത്തിലെ ഏറ്റവും പ്രബല വിഭാഗമായ ഈഴവ കമ്മ്യൂണിറ്റിക്കും മുസ്ലിം വിഭാഗത്തിനും ഏതാണ്ട് സമാനമായ നമ്പേഴ്സ് ആണുള്ളത് കേരളത്തിൽ. നമ്മൾ പൊളിറ്റിക്കലി അതൊന്ന് നോക്കുക. CPM-ന്റെ ഏറ്റവും വലിയ ബേസ് ആണ് ഒരു കാലത്ത് പരമ്പരാഗതമായി ഈഴവ കമ്മ്യൂണിറ്റിയുടെ കലവറയില്ലാത്ത സഹകരണം. അത് വസ്തുതയാണ്. ഇപ്പോഴും ഭൂരിപക്ഷം ഈഴവരും ഒരുപക്ഷെ CPM-ന് അനുകൂലമായി, ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു. പക്ഷേ അതിൽ നല്ലൊരു പങ്ക് ഘട്ടം ഘട്ടമായി BJP അനുഭാവത്തിലേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ്. അത് BJP അങ്ങനെ വരുന്നു, BJP വളരുന്നു എന്നത് CPM പോലും അംഗീകരിക്കുന്ന കാര്യവുമാണ്. അപ്പോൾ അവിടെ BJPക്ക് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. നായർ കമ്മ്യൂണിറ്റിയുടെ ഒരു നല്ല ഭാഗം BJPയിലേക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. അത് പല കാര്യങ്ങളാലാണ്. UDF വലിയ സംവിധാനത്തിന്റെ വിശ്വാസം തകർന്നുകൊണ്ടാവാം. പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും വരാനില്ല എന്നുകൂടി BJPക്ക് അറിയാം. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കാര്യമായി വരാനില്ല. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി എപ്പോഴും ഭാരതീയ ജനതാ പാർട്ടി ഒരു ത്രെട്ടായി, അതൊരു ടാക്ടിക്കൽ വോട്ടിങ്ങിലേക്ക് ചിലർ നീങ്ങും. മുസ്ലിം സമുദായത്തിലെ ആളുകൾ പൊതുവെ, അത് പ്രത്യേകിച്ച് തീവ്രവർഗീയത വികാരമുള്ളതുകൊണ്ടൊന്നുമല്ല, സാമാന്യ മുസ്ലിം ജനങ്ങൾ പോലും പലപ്പോഴും ഈ
BJP സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു, മഞ്ചേശ്വരം പോലെ അല്ലെങ്കിൽ നേമം പോലെ, അങ്ങനെ വരാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ആരാണോ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിയുന്നത് ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് പാർക്ക് ചെയ്യുന്ന, രാഷ്ട്രീയത്തിന് അതീതമായി UDF-നാകാം LDF-നാകാം വോട്ട് പാർക്ക് ചെയ്യുന്ന ഒരു പാരമ്പര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് BJP നീഡ് നോട്ട് എക്സ്പെക്ട് മുസ്ലിം വോട്ട് ഇൻ കേരള. BJP പോരാട്ടം തുടങ്ങുന്നത് തന്നെ ഒരു 100-ൽ നിന്നും 27-28% താഴ്ത്തി ഒരു 68% അല്ലെ 70-72% നിന്നാണ് തുടങ്ങേണ്ടത്. അവിടെ അപ്പോൾ ഹിന്ദു സമുദായത്തിന്റെ പൂർണ്ണ പിൻബലം കിട്ടില്ല. CPM ആണല്ലോ ഹിന്ദു പാർട്ടി എന്ന നിലയിൽ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി. അങ്ങനെയെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ വലിയ ജങ്ക് ഇപ്പൊ കോൺഗ്രസിലേക്കും UDF-ലേക്കും ഒഴുകുന്നു. അത് മുസ്ലിം ന്യൂനപക്ഷം മാത്രമല്ല, ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് നല്ലൊരു പങ്ക് ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെട്ടു പോയി തിരിച്ചു വന്നു എന്നാണ് VD സതീശൻ പറയുന്നത്. അത് പൂർണ്ണമായ അസ്ഥാനത്താണെന്ന് തോന്നുന്നില്ല. അങ്ങനെ സംഭവിച്ചു. അങ്ങനെയെങ്കിൽ BJP-ക്ക് വളരാൻ സാധ്യതയുള്ള എവിടുന്നാണ്? ചെറിയൊരു പങ്കെങ്കിലും ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ ഇടങ്ങളിൽ തൃശ്ശൂർ പോലെയുള്ള ഇടത്ത് ലഭിച്ചതുകൊണ്ട്, മൂവാറ്റുപുഴ പോലെ ഒരു സ്ഥലത്ത് ലോക്സഭയിൽ പണ്ട് ലഭിച്ചതുകൊണ്ട് കോട്ടയം ജില്ലയിൽ ലഭിക്കാം, പത്തനംതിട്ട ജില്ലയിലും ലഭിക്കാം. അതുകൊണ്ട് ചെങ്ങന്നൂർ, തിരുവല്ല, ആറന്മുള മണ്ഡലങ്ങളൊക്കെ യഥാർത്ഥത്തിൽ BJP-യുടെ A-ക്ലാസ് മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ വോട്ട് വളരെ നിർണായകമാണ്. ശരിയാണ്. വലിയ ഭൂരിപക്ഷമില്ല, പക്ഷെ നിർണായകമാണ്. അവിടെ യഥാർത്ഥത്തിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഗൗരവത്തിൽ BJP കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടത്തിയ പ്രസ്താവന CRI ഒരു വശത്ത്, അതിൽ ഒരുപക്ഷെ ബിഷപ്പുമാർക്കാണ്, കാരണം മറച്ചു വെക്കാനുള്ളവർ പലപ്പോഴും സഭാ നേതൃത്വത്തിലുള്ളവർക്കാണ് ഒരുപക്ഷെ പലരും മറച്ചു വെക്കാനുള്ളത്. സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല. സാധാരണ ക്രൈസ്തവർക്ക് FCRI സംബന്ധിച്ച് കാര്യമായി മനസ്സിലായിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. അപ്പൊ സഭാ നേതൃത്വം പറയുന്ന പല കാര്യങ്ങളും ക്രൈസ്തവർ ഒരു മാർജിനിട്ട് മാത്രമേ എടുക്കാറുള്ളൂ. ചിലരൊക്കെ വളരെ ഗൗരവമായിട്ട് എടുക്കും. പക്ഷെ അതൊക്കെ മാർജിനൽ വോട്ടുകളാണ്, അതൊക്കെ നിർണായകമാകും. ചെറിയൊരു ശതമാനത്തിന്റെ മനസ്സ് മാറിയെങ്കിൽ തന്നെ നിർണായകമാകും. അതോടൊപ്പം തന്നെ ക്രെഡിബിലിറ്റി ക്രൈസിസ്. BJP എന്ന പാർട്ടിയുടെ നേതാവായിട്ട് തന്നെയാണ് PC ജോർജിന്റെ വർത്തമാനം. അത് ദോഷം ചെയ്യും BJP-ക്ക്, സംശയമില്ല. അവിടെ എന്ത് തരം ഫയർ ഫൈറ്റിംഗ് ആണ്? BJP-യിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കുമോ? PC ജോർജിനെ പുറത്താക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് മാത്രം വിഷയം അവസാനിക്കുന്നുണ്ടോ? ഭാവിയിൽ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ വരില്ലേ? അതുകൊണ്ടാണ് BJP-യിലെ ഒരു ചെറിയ വിഭാഗം ചിന്തിക്കുന്നു, എന്തിന് ഇത്രയും അധികം ഈ അങ്ങോട്ട് കജോള് ചെയ്യുമ്പോഴും, അങ്ങോട്ട് വലിയ ഇൻട്രോൾസ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും വോട്ടിന്റെ രൂപത്തിൽ തിരിച്ചൊന്നും ഇപ്പോൾ ലഭിച്ചില്ലല്ലോ, അല്ലെ ലഭിക്കുന്നില്ലല്ലോ. ചിലപ്പോഴൊക്കെ ലഭിച്ചു, പക്ഷേ ഇപ്പോൾ ലഭിക്കുന്നില്ലല്ലോ എന്ന ഒരു പരിഭവമുണ്ട്. പക്ഷെ BJP-ക്ക് എന്തെങ്കിലും പ്രധാന പ്രതിപക്ഷമെങ്കിലും ആകണമെങ്കിൽ ഈ ഒരു പാരഡൈം, UDF LDF എന്ന പാരഡൈം പൊളിയണം. UDF-ന്റെ LDF-ന്റെ ഒക്കെ വോട്ട് ബാങ്കുകൾ തന്നെയാണ് മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ്, മുഴുവനല്ല എങ്കിൽ പോലും. അവിടെ നല്ല നമ്പർ രാഷ്ട്രീയ വോട്ടുകളാണെന്നും വിസ്മരിക്കുന്നില്ല. മുസ്ലിങ്ങൾക്കിടയിൽ മുഴുവൻ കമ്മ്യൂണലായിട്ടാണോ വോട്ട് ചെയ്യുന്നത്? ക്രിസ്ത്യൻസിനാണ് അല്ലല്ലോ. രാഷ്ട്രീയ വോട്ടുകളുണ്ട്, UDF വോട്ടുണ്ട്, LDF വോട്ടുണ്ട്, അതിൽ തന്നെ പല പാർട്ടികളുടെ വോട്ടുകളുണ്ട്. അതിനുപരിയായി ഒരു കമ്മ്യൂണിറ്റിയുടെ ഗുഡ്വിൽ ആർജിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കഴിയണമെങ്കിൽ കുറച്ചുകൂടി മാറി ചിന്തിക്കേണ്ടതുണ്ട്. കൺസിസ്റ്റന്റായി, തടസ്സങ്ങളില്ലാതെ, ഇടതടവില്ലാതെ BJP-ക്ക് ക്രൈസ്തവ സമൂഹവുമായി ഇഴുകി പ്രവർത്തിക്കാൻ കഴിയണം. നഷ്ടപ്പെട്ട വിശ്വാസ്യത തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. ഇതുപോലെയുള്ള പ്രസ്താവനകൾ വളരെയധികം ദോഷമാണ്. ഈ എരിവിൽ മുളക്, അല്ലാതെ മുറിവിൽ മുളക് അരച്ച് പുരട്ടുന്നത് പോലെയുള്ള സംഭവങ്ങളാണ് സംഭവിക്കുന്നത്. BJP-ക്കാണ് ഏറെ വിഷമം ഉണ്ടാകുന്നത്. അത് വോട്ടിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ ഉണ്ടായി, ഒരു ഡബിൾ ഡിജിറ്റിലേക്കൊക്കെ നീങ്ങുമെന്ന പ്രതീക്ഷയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ 5 സീറ്റിലേക്ക് 0 മുതൽ 5 എന്ന നിലയിലേക്ക് ഈ കുറച്ചുകൂടി റിവൈസ്ഡായ നമ്പേഴ്സ് വരികയാണ്, പ്രൊജക്ഷൻസ്. അതിന് ഇതുപോലുള്ള കാരണങ്ങളൊക്കെ തീർച്ചയായും വലിയ ഒരു തിരുത്തപ്പെടേണ്ട പ്രവണതകളായി വരികയാണ്. തീർച്ചയായിട്ടും. എന്തായാലും കേരളം പോലൊരു സംസ്ഥാനത്ത് നമുക്ക് ആരെയും വെറുപ്പിച്ചുകൊണ്ടൊരു തെരഞ്ഞെടുപ്പ് ജയിക്കുക അല്ലെങ്കിൽ ഭരണം പിടിക്കുക എന്നുള്ളത് അസാധ്യമാണ്. നമ്മുടെ ഡെമോഗ്രഫി അത്തരത്തിൽ ഉള്ളതാണ്. BJP-ക്ക് ഹിന്ദു വോട്ടിനെ മാത്രം ബാങ്ക് ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ ഭരണം പിടിക്കാൻ സാധിക്കില്ല എന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ക്രിസ്ത്യൻ വോട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അവരിൽ വളരെ ഉന്നത സ്ഥാനം വഹിക്കുന്ന സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രസ്താവനകൾ തീർച്ചയായും ക്ഷീണം ചെയ്യും. ഇനി ഈ ക്ഷീണം മാറ്റുവാനായി ഉള്ള അല്ലെങ്കിൽ മുറിവുണക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് BJP നേതൃത്വം കടക്കുമായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് കടന്നേ മതിയാവൂ. കാരണം നമ്മുടേതൊരു സെക്യുലർ സ്റ്റേറ്റാണ്. സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴും അതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ളത് ഭൂരിഭാഗം ആളുകളും സെക്യുലർ തന്നെയാണ്. അങ്ങനൊരു സ്റ്റേറ്റിൽ നമ്മൾ
അതിന് അനുയോജ്യമായൊരു സമീപനമായിരിക്കണം സ്വീകരിക്കേണ്ടത്. അത് BJP ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും ഏത് പാർട്ടിയാണെങ്കിലും അത്തരത്തിൽ തന്നെ ആയിരിക്കണം. ഏത് മുന്നണിയാണെങ്കിലും ആ സമീപനത്തിന് അപ്പുറത്തേക്ക് പോകുന്നത് അവരുടെ ഭാവിക്ക് ദോഷം ചെയ്യും എന്ന് തന്നെയാണ്. പക്ഷേ ഇതിനപ്പുറവും പരിഹരിച്ചിട്ടുള്ള ചരിത്രം പാർട്ടിക്ക് അല്ലെങ്കിൽ BJPക്കുണ്ട്. അവർ അത് അഡ്രസ്സ് ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് നേതൃത്വത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത്. പക്ഷേ PC ജോർജ് എന്നും PC ജോർജ് തന്നെ ആയിരിക്കും. അത് ഒരു വലിയ ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. ഭാവിയിലും ഇത്തരത്തിലുള്ള വാക്കുകൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകില്ലേ? എങ്ങനെയായിരിക്കും BJP അത് ഹാൻഡിൽ ചെയ്യുക? അതൊരു വലിയ സമസ്യ തന്നെയായിരിക്കും. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.